എല്ലാവർക്കും GYP ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം അശ്വതി മുതൽ മകം വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലം, ഓണത്തിന് മുമ്പുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. അതുപോലെ സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. ഇന്ന് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പൂര നക്ഷത്രത്തെ പറ്റിയാണ്. പൂര നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെപ്പറ്റി ഞാൻ ആ പ്ലേലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ അസ്ട്രോളജി 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിനകത്തുണ്ട് പൂരം നക്ഷത്രത്തിൻ്റെ പൊതുഫലം. ഇവിടെ പറയാൻ പോകുന്നത് പൂര നക്ഷത്രക്കാരുടെ ഈ വരുന്ന മാസം എങ്ങനെ എന്നാണ് പറയാൻ പോകുന്നത്. പൂര നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു മാസമാണ് സെപ്റ്റംബർ. അവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം ഉന്നതി ലഭിക്കുന്നതാണ്. സന്തോഷത്തുള്ള നിമിഷങ്ങൾ ഉടനെ സംഭവിക്കുന്നതാണ്. എങ്കിലും ഇവരുടെ കഠിനാധ്വാനത്തിന് ചില സമയങ്ങളിൽ ചെറിയൊരു മതിപ്പുറവ് ആളുകളിൽ വരുന്ന ഒരു ഗുണദോഷ സമ്മിശ്രം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് ഈ സെപ്റ്റംബർ മാസം അങ്ങനെ നീങ്ങുക. കാരണം പൂരം നക്ഷത്രവുമായിട്ട് പൊരുത്തമുള്ള നക്ഷത്രങ്ങളാണ് രേവതി, അശ്വതി, ഈ നക്ഷത്രങ്ങളൊക്കെ പൂരവുമായിട്ട് പൊരുത്തമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോടൊപ്പമാണ് നിങ്ങളുടെ ഒരു ഓണാഘോഷം നടക്കുന്നതെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് ബാഹ്യ അനുഭവങ്ങൾ നിങ്ങളെ തേടി വരും. വളരെയധികം സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഒരുപാട് സന്തോഷം ഉള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പൂരം നക്ഷത്രം വളരെയധികം കലാപരമായ കഴിവുകളുള്ള നക്ഷത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പൂരം പൊടിപൂരം എന്നുള്ള ഒരു പഴഞ്ചൊല്ല് വരെ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഏതൊരു കാര്യവും പതിയെ തുടങ്ങുന്ന ഒരു നക്ഷത്രമാണ് പൂര നക്ഷത്രം. ഇതുകൊണ്ട് തന്നെ സാവധാനം പഠിച്ച് മുന്നേറി വന്ന് അതിനുശേഷം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുകയാണ് പൂരത്തിൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂര നക്ഷത്രത്തിലുള്ള ആളുകൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയം കീഴടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഓണത്തിൻ്റെ സമയം വളരെയധികം സന്തോഷത്തോടു കൂടി ആഘോഷങ്ങളെല്ലാം വളരെയധികം ഒരു പൊടിപൂരമായി ആഘോഷിക്കുന്ന ആളുകളായതുകൊണ്ട് തീർച്ചയായും ഇവർക്ക് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളാണ് കാത്തിരിക്കുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഉത്തരം നക്ഷത്രത്തിൻ്റെ ഈ ഒരു സെപ്റ്റംബർ മാസം എങ്ങനെയെന്നാണ് പറയാൻ പോകുന്നത്. ഉത്തരം നക്ഷത്രം വളരെ നല്ലൊരു നക്ഷത്രമാണ്. ഉത്തരം നക്ഷത്രത്തിന് ചെറുപ്പത്തിൽ തന്നെ ജീവിതഭാരം എടുത്തു വെക്കേണ്ടതായ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഒട്ടകമാണ് ഇവരുടെ മൃഗമെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഭാരങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതായ ഒരു അവസ്ഥ ഇവർക്ക് വന്നു ചേരുന്നതായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ലൊരു കുടുംബനാഥനായി നിന്നുകൊണ്ട് തന്നെ ഈ ഓണം സ്വന്തം ബന്ധുക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം, കൂടുതലും സുഹൃത്തുക്കളേക്കാൾ കൂടുതൽ സ്വന്തം കുടുംബാംഗങ്ങളോട് കൂടിയായിരിക്കും. കാരണം കുടുംബത്തിൻ്റെ ഒരു ഭാരം ഇവരെ എടുക്കുന്നതുകൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങളോട് കൂടിയായിരിക്കും ഇവർ ഇത്തവണത്തെ കൂടുതൽ ഓണം ആഘോഷിക്കുക. കൂടുതലും ചെലവുകളും വരുന്നത് ഉത്തര നക്ഷത്രത്തിലുള്ളവർക്കായിരിക്കും. ഉത്തര നക്ഷത്രത്തിലുള്ളവർ അത് കണ്ടറിഞ്ഞ് ധനത്തിൻ്റെ ആഗമനം വരുമ്പോൾ ധനം സമ്പാദിച്ചു വെച്ച് മുന്നോട്ട് നല്ല രീതിയിലൊന്ന് ആഘോഷിക്കുവാനായിട്ട് ധനം മുടക്കേണ്ടവർക്കെല്ലാം മുടക്കുക. ഒരു വിട്ടുവീഴ്ച ചെയ്ത് മുടക്കി പിശുക്കളൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓണം കാലവും ഈ സെപ്റ്റംബർ മാസവും വളരെ നല്ല രീതിയിൽ പോകുന്നതാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്തര നക്ഷത്രം. അതുപോലെ തന്നെ പേര്, പ്രശസ്തി, അതുപോലെ തന്നെ അംഗീകാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉത്തരത്തിന് ലഭിക്കുന്നതാണ്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. അതുകൊണ്ട് തന്നെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കുടുംബത്തിൻ്റെ ഭാര അവരോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണത്തിന് ഏറ്റവും ബഹുമാനങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള നല്ലൊരു യോഗം ഉത്തര നക്ഷത്രത്തിനുണ്ട്. അടുത്തായിട്ട് പറയാൻ പോകുന്ന അത്തം നക്ഷത്രത്തിൻ്റെ ഒരു സ്വഭാവമാണ്. സ്വഭാവം മാത്രമല്ല, ഈ വരുന്ന ഓണത്തിൻ്റെ ഒരു കാര്യവും സെപ്റ്റംബർ മാസത്തെ ഫലവുമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അത്തത്തിൻ്റെ മൃഗം ഞാൻ പറഞ്ഞിരുന്നു, പോത്താണ് മൃഗമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പോത്തിന് ജോലികൾ ചെയ്യാൻ ഒരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ ജോലി എപ്പോഴും എടുക്കാനായിട്ട് പോത്തിന് ഇഷ്ടമാണ്. സാധു ഒരു ജീവിയാണ്, ക്ഷമയുള്ള ജീവിയാണ്. നിങ്ങളുടെ ഈ ക്ഷമാശീലം കൊണ്ട് തന്നെ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടവുമാണ്. അതുകൊണ്ടാണ് അത്തം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അത്തവും എല്ലാം ഓണവുമായിട്ട് ബന്ധമുള്ള നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് അത്തം ദിനങ്ങളും അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രത്തിന് തിരുവോണ ദിനങ്ങളും തിരുവാതിരയും എല്ലാം ഓണവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നാളുകളിലെല്ലാം നിങ്ങൾക്കെല്ലാം ഐശ്വര്യമുണ്ട്. അത്തവും തിരുവാതിരയും തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. അത്തവും പൂരാടവും തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. അത്തവും രേവതിയും തമ്മിലും നല്ല പൊരുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളോടൊപ്പമാണ് നിങ്ങളുടെ ഓണം ആഘോഷിക്കുന്നതെങ്കിൽ വളരെയധികം നല്ലൊരു ഓണമായിരിക്കും. ഇത്തരം നക്ഷത്രത്തിൽ ഉള്ളവരാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെങ്കിൽ നിങ്ങൾക്ക് അവരോടൊപ്പം നല്ല രീതിയിൽ ഓണം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ധാരാളം ഭക്ഷണ വസ്തുക്കൾ കിട്ടുന്നതാണ്. പൊതുസ്വഭാവത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞത് ഏതൊരു സംശയവും ചോദിക്കാനായിട്ട് അത് തിരക്കി പോകുന്നവരാണ് അത്തം നക്ഷത്രക്കാരെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രത്തിൽപ്പെട്ടവർ
പ്രത്യേകിച്ച് സംശയങ്ങളോ ടെൻഷനുകളോ ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കാനും കീഴടക്കാനും എന്തൊരു മേഖലയും കീഴടക്കാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ ഇവരെ അത്തത്തിൽപ്പെട്ടവരെയും ഒരു ലീഡറായിട്ട് ഉപമിക്കാവുന്നതാണ്. ഏതൊരു കാര്യവും സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാനുള്ള കഴിവ് അത്ത നക്ഷത്രത്തിൽപ്പെട്ടവർക്കുണ്ട്. വളരെയധികം നല്ലൊരു ഓണക്കാലമാണ് ഇവർക്ക് വരാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് ചിത്തിര നക്ഷത്രക്കാരുടെ ഈ ഒരു മാസഫലമാണ് ഞാൻ പറയുന്നത്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഞാൻ പറഞ്ഞിരുന്നു, ചിത്തിര നല്ലൊരു നക്ഷത്രമാണ്. സ്വർണ്ണ ആഭരണങ്ങളോട് ഇവർക്ക് താല്പര്യമില്ല. കൂടുതലും മറ്റ് കരകൗശല വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളോടാണ് ഇവർക്ക് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അല്പം ചില കൗശലങ്ങളൊക്കെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് ചിത്ര നക്ഷത്രക്കാരെന്ന് പറഞ്ഞത്. നൃത്തം, അഭ്യാസം, പഠനം തുടങ്ങിയ എന്തൊരു കലാപരമായ മേഖലകളിലും, നേഴ്സിംഗ്, ഡോക്ടർ, വൈദ്യം അങ്ങനെയുള്ള കാര്യങ്ങളിലും എല്ലാം വളരെയധികം താല്പര്യമുള്ളതും മികവ് പുലർത്തുന്നതുമായി രക്ഷപ്പെടുന്ന, അതായത് പൂർണ്ണമായി പരിപൂർണ വിജയത്തിലെത്തുന്ന നക്ഷത്രവുമാണ് ചിത്രി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പാട്ട് തുടങ്ങിയ എന്ത് കലാപരങ്ങളിലാണ് ലക്ഷ്യങ്ങൾ വിജയിപ്പിക്കാൻ കഴിവുള്ള നക്ഷത്രമാണ് ചിത്തിര. അതിനുവേണ്ടി കൗശലങ്ങളും തന്ത്രങ്ങളും ഉപയോഗിക്കാൻ ആരും പഠിപ്പിച്ചു കൊടുക്കാത്ത പല തന്ത്രങ്ങളും ഉപയോഗിക്കാൻ കഴിവുള്ള നക്ഷത്രക്കാരാണ് ചിത്തിര. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങളെ പറ്റി പറയേണ്ട ആവശ്യമേ ഇല്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ, നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തൊരവസരത്തിൽ പോയി നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഓണക്കാലം മാത്രമല്ല ഏതൊരു മാസവും 12 മാസവും നിങ്ങൾക്ക് നല്ലത് തന്നെ, ഐശ്വര്യം തന്നെയായിരിക്കും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങളെ അലട്ടാറുള്ളൂ. പിന്നെ ചില സമയങ്ങളുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രം, അല്ലെങ്കിൽ അത് ജീവിത പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നോ വരുന്ന നേരിടേണ്ട ചില വിമർശനങ്ങൾ മാത്രമേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറുള്ളൂ. അല്ലാതെ പുറത്തു നിന്നുള്ള ആളുകളുടെ വിമർശനമോ നിങ്ങളുടെ കലാപരമായി ചെയ്യുന്ന കാര്യങ്ങളിലെ കുറ്റപ്പെടുത്തലോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാറില്ല, വകവെച്ച് കൊടുക്കാറുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ യാതൊരു ദുഃഖവുമില്ല. ദുഃഖങ്ങളോ ടെൻഷനുകൾക്കോ നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അത് ചിന്തിക്കുകയോ മൈൻഡ് ചെയ്യുകയോ ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിജയത്തിലെത്തും. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം മാത്രമല്ല ഏതൊരു ആഘോഷവും ചിത്രയ്ക്ക് നല്ലൊരു ആഘോഷ ദിനങ്ങൾ തന്നെയാണ്. എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചിത്ര. ശ്രദ്ധിക്കപ്പെടാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന നക്ഷത്രമാണ് ചിത്ര. അതുകൊണ്ട് തന്നെ വളരെയധികം നല്ലൊരു ഓണക്കാലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഗുണദോഷ സമ്മിശ്രമല്ല, ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും. അതുപോലെ തന്നെ ബന്ധുജന സമാഗമമോ അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിലോട്ടുള്ള യാത്രയോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാതിരിക്കുക, എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. വളരെ നല്ലൊരു, പ്രത്യേകിച്ച് ഒരു കാര്യത്തെപ്പറ്റിയും ചിന്തിക്കേണ്ട ഒരു രീതിയിലല്ല. നിങ്ങൾക്ക് മൃഷ്ടാനം സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് പോകാവുന്ന ഒരു നല്ല മാസമാണ് സെപ്റ്റംബർ മാസം. ജോലിയിലെല്ലാം നിങ്ങൾ വിജയിക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജോലികളിൽ പരാജയമില്ല. അതുപോലുള്ള ചില സമയങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് പരാജയമുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും പരാജയങ്ങളോ വരാത്ത നക്ഷത്രമാണ് ചിത്ര. അതുകൊണ്ട് തന്നെ നല്ലൊരു സെപ്റ്റംബർ മാസമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അടുത്തായിട്ട് ചോദ്യ നക്ഷത്രത്തിന് ഈ സെപ്റ്റംബർ മാസം എങ്ങനെയെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ചോദ്യ നക്ഷത്രത്തിന് എല്ലാ കാര്യവും ചോദിക്കാതെ കിട്ടുമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ചോദിക്ക് കൂടുതലായിട്ടും പണപരമായ ചിലവുകളും വരും, ഇങ്ങോട്ട് ലഭിക്കുന്ന അവസ്ഥയിൽ വരും. അതുപോലെ തന്നെ ഈ ഒരു ഓണത്തിൻ്റെ ഒരു മാസമാണേലും വളരെയധികം സന്തോഷത്തോടു കൂടി കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് ഉല്ലസിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഇതാണ്. ബന്ധുജന സമാഗമമുണ്ട്, ബന്ധുജനങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും, അതുപോലെ സ്വർണ്ണ ആഭരണങ്ങൾ, അതുപോലെ തന്നെ പണം തുടങ്ങിയവയെല്ലാം ചോദിക്ക് സ്വന്തമാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വിജയം നേടുന്ന നക്ഷത്രമാണ് ചോതി എന്ന് പറയുന്നത്. പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ മാത്രമേ ഇവരെ അലട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓണം വളരെ നല്ല രീതിയിൽ സന്തോഷിക്കാവുന്നതാണ്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ചിത്ര എന്ന് പറയുന്ന നക്ഷത്രക്കാർ 27 നക്ഷത്രക്കാരോടുള്ള പൊരുത്തത്തിൻ്റെ വിവാഹം അനുബന്ധിച്ചോ ബിസിനസ് ചെയ്യുമ്പോഴുള്ള പൊരുത്തം മാത്രം നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് ഫ്രണ്ട്ഷിപ്പിന്, പ്രത്യേകിച്ച് എല്ലാ നക്ഷത്രക്കാരോടും ഇവർക്ക് ഫ്രണ്ട് ആകാവുന്നതാണ്. അങ്ങനെ പകയോ വിദ്വേഷമോ ഒന്നും അധികമായി 27 നക്ഷത്രക്കാരെ ഇവർക്ക് അങ്ങനെ ലഭിക്കാറില്ല. പൊരുത്തക്കുറവുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള കഴിവ് ചിത്രയ്ക്കുണ്ട്, ക്ഷമാശീലവും ഉണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുതർക്കങ്ങളൊന്നും വരികയില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് 27 നക്ഷത്രക്കാരെ ഇവർക്ക് കൂട്ടുകാരാക്കാവുന്നതാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ അടുത്തായിട്ട് ചോദ്യയുടെ കാര്യത്തിലേക്ക് വരികയാണ് വീണ്ടും. ചോദ്യ നക്ഷത്രത്തിൻ്റെ പൊരുത്തമുള്ള നക്ഷത്രങ്ങളാണ് അശ്വതി, ഉത്രാടം, ഉത്രം, പിന്നെ തിരുവാതിര, ചതയം തുടങ്ങിയ നക്ഷത്രങ്ങൾ, പൂരാടം, ഇതെല്ലാം ചോതിക്ക് വളരെയധികം പൊരുത്തമുള്ള നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ കൂടിയ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് പൊരുത്തമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളോടൊപ്പമുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും.
മുഴുവൻ പൊരുത്ത നക്ഷത്രങ്ങളും ഞാൻ ഇവിടെ വിശദമാക്കുന്നില്ല. ഏറ്റവും ഹൈ ആയി നിൽക്കുന്ന പൊരുത്ത നക്ഷത്രങ്ങൾ മാത്രമേ ഞാൻ എല്ലാ നാളിൻ്റെയും പറഞ്ഞിട്ടുള്ളൂ. മുഴുവൻ പൊരുത്ത നക്ഷത്രത്തിൻ്റെ ഒരു സീരീസ് വരുന്നുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്, ഞാൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ചോദ്യ നക്ഷത്രക്കാർ ഇത്ര ആളുകളോടൊപ്പമാണ് നിങ്ങളുടെ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതെങ്കിൽ തീർച്ചയായും നല്ല രീതിയിലുള്ളൊരു ഓണക്കാലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ സെപ്റ്റംബർ മാസം വളരെ നല്ലതായിരിക്കും. ബിസിനസ് പരമായി വളരെയധികം ഉയർച്ചയിൽ എത്തുന്ന നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം. ഞാൻ പൊതുസ്വഭാവത്തിൽ പറഞ്ഞിട്ടുണ്ട് ചോദ്യ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് ആ പൊതുസ്വഭാവത്തിൻ്റെ വീഡിയോ അസ്ട്രോളജി 2025 എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിരിക്കുന്ന ആ പ്ലേലിസ്റ്റ് ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ അശ്വതി മുതൽ രേവതി വരെയുള്ളതിൻ്റെ പൊതുസ്വഭാവം ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ ഇഷ്ടമുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് മാക്സിമം അത് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ചോദ്യ നക്ഷത്രത്തിന് നല്ലൊരു സമയമാണത്. എപ്പോഴും ആഘോഷത്തിൻ്റെ ഒരു മൂടി നിൽക്കുന്ന ആളുകളാണ് ചോദ്യ നക്ഷത്രം. പിന്നെ മദ്യം പോലുള്ള ചില വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്വന്തം ആരോഗ്യനില ഒന്ന് കണക്കിലെടുക്കുന്നത് നല്ലതായിരിക്കും. ചില സമയങ്ങളിൽ പ്രഷർ, അതുപോലെ തന്നെ ചെറുതായിട്ട് ഈ ഷുഗർ പോലുള്ള രോഗങ്ങളുടെ ചില ആഘാതങ്ങൾ ചിലപ്പോൾ ഇവരെ അലട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ജാഗ്രത, ഭക്ഷണ കാര്യത്തിൽ ഒന്ന് ജാഗ്രത വെക്കുന്നത് അല്പം നല്ലതാണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും സന്തോഷവും സമൃദ്ധവുമായ ഒരു സെപ്റ്റംബർ മാസമാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് വിശാഖ നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞിരുന്നു. വിശാഖ നക്ഷത്രത്തിൻ്റെ നക്ഷത്ര മൃഗമെന്ന് പറയുന്നത് സിംഹമാണ്. സിംഹത്തിനെ പോലെ ഒളിഞ്ഞിരുന്ന ശേഷം അതിനുശേഷം എല്ലാ ശക്തിയോടും കൂടി ശത്രുവിനെ ആക്രമിക്കുക എന്ന രീതിയിലുള്ള ഒരു രീതിയാണ്, ആറ്റിറ്റ്യൂഡാണ് വിശാഖ നക്ഷത്രം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് എല്ലാ മേഖലകളിലും വിജയിക്കാവുന്നതാണ്. കൂടുതൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബാങ്കിൽ ജോലി ചെയ്യുന്നവർ, കണക്ക് കൂട്ടുന്ന ജോലികളുമായി ബന്ധമുള്ളവർ എല്ലാം വിശാഖ നക്ഷത്രത്തിൽപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിയമപാലകർ, അങ്ങനെയുള്ള ജഡ്ജി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവരുമുണ്ട് വിശാഖ നക്ഷത്രത്തിൽ. കണക്ക് സംബന്ധിച്ച ജോലികൾ കൂടുതലായി ചെയ്യുന്ന ആളുകളാണ് വിശാഖം. അതവർക്ക് വളരെ നിസ്സാരമായൊരു കാര്യമാണ് കണക്ക് പഠിക്കുക എന്ന് പറയുന്നു. കണക്കൊരു പ്രശ്നമല്ലാത്ത ആളുകളാണ് വിശാഖ നക്ഷത്രത്തിലുള്ളവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ജോലികൾ ചെയ്യുന്നവർക്ക് എല്ലാം നല്ല രീതിയിൽ ഒരു ടീം ലീഡറായി തീരാനും ഈ ഒരു ഓണത്തിൻ്റെ ടൈമിൽ ടീം ലീഡറാവാനും കാര്യങ്ങൾ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഉള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ അംഗീകാരവും ശ്രദ്ധയും നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കുന്നതാണ്. വളരെയധികം നല്ലൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ, വിശാഖത്തിന് പൊരുത്തമുള്ള നക്ഷത്രമാണ് ചോദ്യമായിട്ട് പൊരുത്തമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. 27 നക്ഷത്രക്കാരും വിശാഖംകാരെ ഇഷ്ടപ്പെടാറുണ്ട്. വിശാഖം 4-ാം പാദത്തിലുള്ളവരാണെങ്കിൽ രേവതിയുമായിട്ട് പൊരുത്തമുണ്ട്. 1, 2, 3 ഒക്കെ ആണെങ്കിൽ ചില പൊരുത്തക്കുറവുകൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വിശാഖത്തിൽ 4-ാം നമ്പറിൽ വരുന്ന 4-ാമത്തെ നക്ഷത്രത്തിൻ്റെ പാദത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ രേവതി നക്ഷത്രത്തിൽപ്പെട്ട 1, 2, 3, 4 ഭാഗത്തുള്ളവരാണെങ്കിൽ നോക്കണ്ട, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ വിശാഖവും തിരുവാതിരയും തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. വിശാഖവും തിരുവാതിരയും തമ്മിൽ നല്ല പൊരുത്തമുണ്ട്, വളരെയധികം പൊരുത്തം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തിരുവാതിരപ്പെട്ട ആളുമായിട്ടാണ് വിശാഖത്തിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു ഓണാഘോഷം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം വളരെ വൻ വിജയമായിരിക്കും വിശാഖത്തിന് വരുന്നത്. കൂടുതലും വസ്തുവകൾ ഇങ്ങോട്ട് കിട്ടാനുള്ള യോഗം വിശാഖത്തിന് കൂടുതലാണ്. പുരസ്കാരങ്ങൾ കിട്ടുക, സമ്മാനങ്ങൾ കിട്ടുക, സ്വർണ്ണ ആഭരണങ്ങൾ കിട്ടുക, വസ്ത്രങ്ങൾ കിട്ടുക, ഭക്ഷണ സാധനങ്ങൾ കിട്ടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ. പിന്നെ അശ്വതി മുതൽ രേവതി വരെയുള്ളവർക്ക് വിശാഖത്തോട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. വാക്കുകാർക്കോ വിരോധമോ ഒന്നും സംഭവിക്കാറില്ല. സാധാരണ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ നേരി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും വിരോധങ്ങൾ സംഭവിക്കുന്നതാണ്. വിരോധം എന്ന് പറഞ്ഞാൽ കടുത്ത വിരോധം, ആളെ തീരെ അങ്ങോട്ട് ഇഷ്ടമില്ലാത്തൊരവസ്ഥ. പക്ഷെ ആ അവസ്ഥ അങ്ങനെ വിശാഖംകാരെ ബാധിക്കാറില്ല. ചില നക്ഷത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പൊരുത്തമില്ല എന്ന് പറഞ്ഞാൽ 1% പോലും പൊരുത്തമില്ലാത്ത അവസ്ഥ വരും. പക്ഷേ താഴോട്ട് പോകുന്നു, ഇപ്പോൾ അശ്വതി മുതൽ താഴോട്ട് പോകുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ താഴോട്ട് വരുന്ന ലിസ്റ്റ് വരുമ്പോൾ പൊരുത്തങ്ങൾ ഇല്ലെങ്കിൽ പോലും സുഹൃബന്ധങ്ങൾക്ക് സ്ഥാനം കിട്ടുന്ന മാന്യമായ ഇടപെടലുകളുള്ള അംഗീകാരങ്ങൾ ആരും തരുന്ന രീതിയിലുള്ള നക്ഷത്രങ്ങളുടെ ലിസ്റ്റിലേക്കാണ് പോകുന്നത്. തുടക്കത്തിൽ പൊരുത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ കുഴപ്പമുണ്ടാകുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മഹീരം. ഉണർതം തൊട്ട് അങ്ങോട്ടുള്ളവർ 27 നക്ഷത്രത്തിലും അല്പം പൊരുത്തക്കുറവുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിവുള്ളവരും അങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു കാന്തിക പ്രഭാവം
കുറഞ്ഞാണ് വരുന്നത്. ആദ്യമുള്ള ആദ്യത്തെ 5 നക്ഷത്രങ്ങൾ, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം വരെയുള്ള നക്ഷത്രങ്ങൾക്ക് പൊരുത്തം എന്ന് പറയുന്ന കാര്യത്തിനകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ തന്നെ ഇഷ്ടമില്ലാതെ വരിക, വിരോധം വരിക, ദേഷ്യം വരിക, വാക്കുതർക്കം വരിക, എന്തു സംഭവിക്കാവുന്ന, അതായത് നേരിട്ട് കാണുമ്പോഴേ മുഖം തിരിക്കുന്ന ഒരവസ്ഥയാണ് സാധാരണ പൊരുത്തമില്ലാത്ത ഇതിൽ വരുന്നത്. മറ്റ് 27 നക്ഷത്രമെങ്കിൽ ആരോടൊക്കെ പൊരുത്തമില്ല, അശ്വതി നക്ഷത്രക്കാരാണെങ്കിൽ അവർക്കെല്ലാം തമ്മിൽ വിരോധം വരുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക സവിശേഷമായ ഒരു കാന്തിക മണ്ഡലത്തിലാണ് എല്ലാവരുടെയും അവസ്ഥ. പക്ഷെ പുണർതം തൊട്ട് താഴോട്ടുള്ള നക്ഷത്രങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നവരാണ്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വന്നാൽ പിടിച്ചു നിർത്താൻ കഴിയുന്നവർ. 2, ദേഷ്യം വന്നാൽ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരുത്തമില്ലാത്ത സന്ദർഭോചിതമായി മറുപടി പറയാൻ കഴിവുള്ളവർ. മറ്റുള്ള നക്ഷത്രക്കാരെ വളരെയധികം പൊട്ടിത്തെറിക്കാനാണ് സാധ്യത. വളരെയധികം പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ 5 നക്ഷത്രത്തിൽപ്പെട്ടവരെ എന്താണെങ്കിലും പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണ്. ദേഷ്യം വരുമ്പോൾ വളരെയധികം പൊട്ടിത്തെറിക്കുന്നവരാണ്. പക്ഷേ ഏറ്റവും നന്നായി ദേഷ്യപ്പെടുന്ന ആളുകൾ തിരുവാതിര ഉള്ളവരാണ്. പക്ഷേ അവർ നയപരമായി വീണ്ടും സുഹൃത്തുക്കളാക്കാനായിട്ട്, മറ്റുള്ളവരെ നയപരമായി സുഹൃത്തുക്കളാക്കാൻ കഴിവുള്ളവരാണ്. അംഗീകരിക്കാത്ത ആളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള കഴിവും തിരുവാതിരയ്ക്കുണ്ട്. പക്ഷെ ഫസ്റ്റ് പറഞ്ഞ 5 നക്ഷത്രക്കാർക്ക് തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഒരു കാര്യത്തിൽ ഒന്ന് സംസാരിക്കാനോ പേരെന്താണെന്ന് ചോദിക്കുന്നതിന് പോലും ചില സമയങ്ങളിൽ ഒരു വിരോധഭാവം വരാനുള്ള ദേഷ്യം ഒരു കൂടുതലാണ്. അതിനുശേഷം തിരുവാതിര മുതൽ പുണർതം മുതൽ താഴോട്ട് പോകുന്നിടത്തെല്ലാം ആളുകളെ ദേഷ്യമുണ്ടെങ്കിൽ തന്നെ ഒരു അവരവരുടെ രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള കഴിവ് ആ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് കൂടുകയാണ്. കാന്തിക മണ്ഡലത്തിൻ്റെ പ്രഭാവം കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ആകർഷണ വികർഷണങ്ങളിൽ തമ്മിലുള്ള ഒരേറ്റക്കുറച്ചിൽ കൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾക്കെല്ലാം കൂടുതൽ വിജയം നേടാവുന്നതാണ്. ആദ്യത്തെ 5 നക്ഷത്രക്കാർക്ക് അല്പം കഷ്ടാനുഭവങ്ങൾ കൂടെയുണ്ട്, അതങ്ങനെയാണ്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ വിശാഖവും തിരുവാതിരയും തമ്മിലുള്ള പൊരുത്തത്തിൻ്റെ കാര്യമാണ്. പക്ഷേ വിശാഖത്തിന് 27 നക്ഷത്രക്കാരുടെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് ഏത് നക്ഷത്രക്കാരും വിശാഖക്കാരും ഒരു തവണയിലും അംഗീകരിക്കും. പറയുന്നൊരു വാക്കിനോ അല്ലെങ്കിൽ ചെയ്യുന്നൊരു പ്രവർത്തിക്കോ ഒരു അംഗീകാരം അവർക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഓണം എന്ന് പറയുന്നതും ഏതൊരു കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. എന്തുകൊണ്ട് തന്നെ വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിജയം നിങ്ങൾക്ക് സക്സസ് എപ്പോഴും ലഭിക്കുന്നതാണ്. വിജയമുണ്ട്. സമ്പത്തിൻ്റെ കാര്യത്തിൽ അത്ര വലിയ മുട്ടോ പ്രശ്നങ്ങളൊന്നുമില്ല. ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ കുറവൊന്നും സംഭവിക്കാറില്ല. ജോലി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കും. പക്ഷെ മറ്റു നക്ഷത്രക്കാർക്ക് അങ്ങനെയല്ല, ചിന്തിക്കുന്ന സമയത്ത് ജോലിയൊന്നും ലഭിക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന പോലെ തന്നെ ജോലി, ഏതെങ്കിലും ജോലിക്ക് പോകണമെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചു. അവിടെ പ്രത്യേകിച്ച് വാക്കുകൾക്കും കാര്യങ്ങളൊന്നും, ജോലി നിങ്ങൾ സ്മൂത്തായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നു. ജോലിയിൽ ഏറ്റക്കുറച്ചുകളോ വാക്കുകൾക്കുകളോ പ്രശ്നങ്ങളില്ല. ജോലി മിസ്റ്റേക്കാന്ന് പറഞ്ഞാൽ അധികം ആളുകൾ കുറ്റപ്പെടുത്തുന്നില്ല. കുഴപ്പങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് നീങ്ങി പോകാനായിട്ട് സാധിക്കും. അവിടെ തന്നെ വിശാഖ നക്ഷത്രക്കാർക്ക് അത്ര വലിയ പ്രശ്നമുള്ള കാലമൊന്നുമില്ല സെപ്റ്റംബർ മാസം. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. സാമ്പത്തികമായ ചിലവ്, അതുപോലെ തന്നെ പൊതുസ്വഭാവത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു, വിശാഖ നക്ഷത്രക്കാർക്ക് രഹസ്യമുള്ളിൽ സൂക്ഷിക്കാൻ സാധിക്കാൻ കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞത്. ഇത് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും വിജയത്തിലേക്ക് പോകുന്നതാണ്. രഹസ്യങ്ങൾ മനസ്സിലിരിക്കുന്ന മനസ്സിൽ തന്നെ വെക്കണം. പുറത്തേക്കെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ അടിക്കാനുള്ള ആയുധമായിട്ട് മറ്റുള്ളവർ ഉപയോഗിക്കും. മറ്റുള്ളവരുടെ ചാറ്റിലെ പാവയെ നിങ്ങൾ മാറാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ തുറന്ന് പറയാതിരിക്കുക. ആരോടും പറയാതിരിക്കുക. അങ്ങനെ പറയാതിരിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ വിജയം വരികയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെല്ലാം വിജയികളാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് സൂക്ഷിക്കുക. ഞാൻ പൊതുസ്വഭാവത്തിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണാനായിട്ട് ചെല്ലുക. 2025 അസ്ട്രോളജി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അത് ചാനലിൽ ഐക്കണിൽ തൊട്ട് നിങ്ങൾക്ക് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അടുത്തായിട്ട് അനിഴങ്കാർ സെപ്റ്റംബർ മാസം എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നു. അനിഴങ്കാർക്ക് സെപ്റ്റംബർ മാസം വളരെയധികം നല്ല മാസമാണ്. സെപ്റ്റംബർ മാസം മാത്രമല്ല, എല്ലാ മാസവും നല്ലതാണ്. കാരണം ഇവർക്ക് ഇപ്പോഴും യാത്രയാണെന്ന് ഞാൻ പറയുന്നു. യാത്രയുമായി ബന്ധമുള്ള എല്ലാ ജോലിയും ചെയ്യാൻ കഴിവുള്ളവരാണ് അനിഴങ്കാർ. ഒരു മിനിറ്റ് പോലും ഭവനത്തിനകത്ത് ഇവർ കാണുകയില്ല. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇവർ യാത്രയിലായിരിക്കും. ഇവർക്ക് യാത്രയാണ് ഇവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ യാത്രയിൽ സ്പെഷ്യലായിട്ടൊരു യാത്ര പോകേണ്ട വരുവല്ല. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളും ഇവർ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. പോയി ജീവിക്കുന്നവരുമായിരിക്കും, അവിടെ പോയി താമസിക്കുന്നവരും 10-15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അനിഴങ്കാർക്ക് മിക്ക ആളുകൾക്കും ഇനിയിപ്പോൾ അങ്ങനെ യാത്ര ഇപ്പോൾ ആരും പോകുന്നില്ലെങ്കിൽ അവർ കുട്ടിക്കാലത്തായിരിക്കും. കുട്ടിക്കാലത്താണെങ്കിൽ നിങ്ങൾക്ക് ഓർക്കുക, നിങ്ങൾക്ക് പ്രായപൂർത്തിയാവുന്ന ടൈം തൊട്ട് നിങ്ങൾ ഇതിനു വേണ്ടി യാത്രയിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾ 30 വയസ്സിന് ശേഷം നിരന്തരമായ യാത്ര നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. യാത്ര എന്ന് പറയുന്ന അനിഴങ്കാർക്കുണ്ട്. അതുപോലെ തന്നെ മദ്യം,
പോലുള്ള ചെറിയ ലഹരി വസ്തുക്കളോട് അല്പം താല്പര്യമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പും യാത്രയുള്ളത് തന്നെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പും കൂടുതൽ നല്ല രീതിയിൽ ഒരു വലിയൊരു ഓണം ആഘോഷിക്കാൻ മറ്റുള്ളവരെക്കാളും മികച്ച രീതിയിൽ ആഘോഷത്തിൻ്റെ എല്ലാ കെട്ടും വെട്ടും ഭാവത്തിലൂടെ തന്നെ ഓണം ആഘോഷിക്കാനുള്ള ഏതാഘോഷവും 24 മണിക്കൂറുള്ള ആഘോഷവും എന്താഘോഷവും എല്ലാ ദിവസവും ഫ്രണ്ട്സുമായിട്ട് ഒത്തുകൂടുന്നതിൻ്റെ ആഘോഷവും വരെ നടത്താനുള്ള കഴിവും സാമ്പത്തികമായി പിൻബലവും അംഗീകാരവും സൗന്ദര്യവും എല്ലാം ഉള്ള ആളുകളാണ് അനിഴംകാർ. അംഗീകാരങ്ങൾ ഇവർക്ക് കുറവല്ല, ഒരുപാട് അംഗീകാരങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അനിഴംകാർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഒരു മാസമില്ല. വാഹന ഉപയോഗം മാത്രം ഇതൊന്ന് ശ്രദ്ധിക്കണം. കാരണം മുഴുവൻ നേരെ ഇവർ യാത്രയിലാണ്. യാത്രാ ക്ഷീണം കാരണമോ മറ്റേതെങ്കിലും കാരണമോ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം. യാത്ര കൂടുതലായിട്ട് ഉറക്കത്തിന് ഭംഗം വരികയോ ഭക്ഷണ കാര്യങ്ങളിൽ ഭംഗം വരികയോ ചെയ്യുന്നത് പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ തവണ പോയി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുമാണ് അനിഴംകാർ. പല സ്ഥലങ്ങളിലുള്ള ഭക്ഷണം മാറി മാറി കഴിക്കുന്നതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് സൂക്ഷിച്ച് നീങ്ങിയാൽ മാത്രമേ ഉള്ളൂ അനിഴംകാർക്ക് ഒരു വിജയം നേരിടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന ഓണക്കാലമാണേലും പല വിധത്തിലുള്ള ഭക്ഷണക്കാര്യങ്ങളിൽ മാറി മാറി പരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരു ചെറിയ ശ്രദ്ധ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം യാത്രയാണ് ഫുൾ ടൈം. കൂടുതൽ പലഹാരങ്ങളും കൂടുതൽ കാര്യങ്ങളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ കഴിക്കേണ്ടതായി വന്നെന്ന് വരും. ഓരോ ഗ്രഹങ്ങളിൽ ചെല്ലുമ്പോഴും ഓരോ ഓഫീസുകളിൽ ചെല്ലുമ്പോഴും ജോലി സംബന്ധമായി ചെല്ലുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരും, കൂടുതൽ പലഹാരങ്ങൾ നിങ്ങൾ കഴിക്കേണ്ടി വരുമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഒന്ന് ശ്രദ്ധ വെക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശാരീരിക അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അതിലൊരു ചെറിയ ശ്രദ്ധ നിങ്ങൾ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി നന്നായി ആഘോഷങ്ങൾ ആഘോഷിക്കാൻ പറ്റും. മദ്യം പോലുള്ള ചില ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് കൂടുതലാണ്, ഫ്രണ്ട്സ് കൂടുതലാണ്, യാത്ര കൂടുതലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ലഹരിയുടെ ഉപയോഗമാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. സാധാരണ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ചെല്ലുന്ന അളവിൽ കൂടുതൽ ലഹരി വസ്തു നിങ്ങളുടെ ഉള്ളിൽ ചെല്ലാനുള്ള ചാൻസ് ഉണ്ട്, ഭക്ഷണ വസ്തുക്കളും ഉള്ളിൽ ചെല്ലാനുള്ള ചാൻസ് ഉണ്ട്, ഒപ്പം യാത്രയുടെ ക്ഷീണവും. ഈ ഒരു കാര്യത്തെ ചെറിയൊരു ലിമിറ്റ് ഇട്ട് പോവുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം വളരെ നല്ലൊരു മാസമായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഓണക്കാലമായിരിക്കും നിങ്ങൾക്ക് വരാനായിട്ട് ഇരിക്കുന്നത്. അടുത്തായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് പറയുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാരെ ഞാൻ പറഞ്ഞു ജ്യേഷ്ഠ നക്ഷത്രമാണ് ഈ പറഞ്ഞത്. എല്ലാവരും ഒരു ചേട്ടനായിട്ടാണ് നക്ഷത്രത്തെ കണക്കാക്കുക. തൃക്കേട്ട നക്ഷത്രത്തിന് പൊരുത്തം അല്പം നോക്കേണ്ടതാണ്. മറ്റ് നക്ഷത്രങ്ങളുടെ മുമ്പ് ഞാൻ പറഞ്ഞ കാന്തി മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞാലും തൃക്കേട്ട ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നം ഫസ്റ്റ് ലിസ്റ്റിലാണ്. അശ്വതി നക്ഷത്രക്കാരും തൃക്കേട്ട നക്ഷത്രക്കാരും തമ്മിൽ യാതൊരു വിധത്തിലും ചേരുകയില്ല. വാക്കുകാർക്കും ഉണ്ടാവും. നേരെ നോക്കിയാൽ പോലും ചില സമയങ്ങളിൽ ഇഷ്ടക്കുറവ് തന്നെയായിരിക്കും സംഭവിക്കുക. തൃക്കേട്ടയും ഉത്തട്ടാതിയുമൊക്കെ ആയിട്ട് ചേരും. തൃക്കേട്ടയും രേവതിയുമായിട്ട് നല്ല പൊരുത്തമാണ്. പൊരുത്തം അല്പം കൂടുതലാണ്. തൃക്കേട്ടയും തിരുവാതിരയുമായിട്ട് നല്ല പൊരുത്തമുണ്ട്. ഈ പറയുന്ന 3 നക്ഷത്രക്കാർ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഉത്തട്ടാതി, രേവതി, തിരുവാതിര തുടങ്ങിയ നക്ഷത്രക്കാരും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോടൊപ്പമുള്ള ഓണത്തിൻ്റെ കാലമായിരിക്കും നിങ്ങൾക്ക് നല്ല സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുന്നത്. പിന്നെ തൃക്കേട്ട ചതയവുമായിട്ട് നല്ല പൊരുത്തമുണ്ട്. അതും നല്ല. അവിടെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. ചതയത്തിലുള്ള വ്യക്തി ചിലപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചെന്ന് വരും. നിങ്ങളെ തൃക്കേട്ടപ്പെട്ട ആൾ ചിലപ്പോൾ ഉയർന്ന പൊസിഷനിലുള്ള ആളാണോ താഴ്ന്ന പൊസിഷനിലുള്ള ആളാണോ അതൊന്നും നോക്കിയിട്ടാവുകയില്ല ചതയത്തിലുള്ള ഒരാൾ നിങ്ങളോട് ഇടപെടുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലുള്ള ഇടപെടലാണെങ്കിലും ഒരു ആഘോഷത്തിൻ്റെ സമയത്തായിക്കോട്ടെ, ഭക്ഷണത്തിൻ്റെ സമയത്തായിക്കോട്ടെ, യാത്രയുടെ സമയത്തായിക്കോട്ടെ, പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്ന ഒരു നക്ഷത്രമാണ് ചതയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം സംയമനം പാലിക്കണം. ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചതയം ചെയ്തെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമയോടെ നിൽക്കണം. വാക്കുകൾക്ക് പോകരുത്. കാരണം നിങ്ങളെ വളരെയധികം ഇഷ്ടമുള്ള ഒരു നക്ഷത്രമാണ് ഈ ചതയംകാർ. അവർ ചിലപ്പോൾ അവരുടെ സത്യസന്ധത കൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അല്പം ക്ഷമയോടുകൂടി ഇരിക്കുക. അതുപോലെ രേവതിയോട് നിങ്ങൾക്ക് വളരെയധികം പൊരുത്തമുണ്ട്. തൃക്കേട്ടയും രേവതിയും തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ രേവതിയിലുള്ള ഒരാളോടൊപ്പമാണ് നിങ്ങളുടെ ഒരു ആഘോഷമെങ്കിലും വളരെയധികം സന്തോഷകരമായ നിമിഷമായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം നേരെ പോലും കാണാൻ പറ്റാത്ത ഒരു നക്ഷത്രമാണ് അശ്വതി. അശ്വതിയിലാണ് നിങ്ങളുടെ ഒരു
ഏറ്റവും വലിയ കാരണം. കാരണം അശ്വതി ഞാൻ പറഞ്ഞ ഫസ്റ്റ് നക്ഷത്രമാണ്. അശ്വതി മുതൽ മകയിരം വരെയുള്ള നക്ഷത്രത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും ഫസ്റ്റിലുള്ള ആളുകൾക്ക് അല്പം പൊരുത്തത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് നക്ഷത്രവുമായിട്ടാണ് നിങ്ങൾ യോജിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തൃക്കേട്ടയിലുള്ള ആണെങ്കിൽ അശ്വതി നക്ഷത്രക്കാരുമായിട്ടുള്ള ഒരു ആഘോഷം നിങ്ങളുടെ ഇത് വരുന്നുണ്ടെങ്കിൽ വളരെയധികം ജാഗ്രതയോടെ തന്നെ നിൽക്കുക. പ്രശ്നങ്ങളല്ല, നക്ഷത്രത്തിൻ്റെ പ്രശ്നങ്ങളല്ല ഇത്. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ 27 നക്ഷത്രക്കാരും നല്ല ആൾക്കാരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ വേലിയേറ്റം വേലിയിറക്കം പോലെ ചില നിബന്ധനകളും ചില അതിർവരമ്പുകളും നക്ഷത്രത്തിൻ്റെ നാഥന്മാർ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മളെപ്പോഴും ജ്യോതിഷത്തിനെ നമ്മളൊരു തെറ്റായ അല്ലെങ്കിൽ ഒരു ഗൂഢശാസ്ത്രം, ഒരു കപടശാസ്ത്രമായിട്ട് ഇതിലൊരു യുക്തി കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും ഇത്തരം ഒരു പൊരുത്തം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ ജ്യോതിഷം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഞാൻ പോലും പല തവണങ്ങളിൽ ഇത് ആവർത്തിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കേട്ടുകഴിവുള്ള കാര്യങ്ങൾ നടക്കാതെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ചില പ്രവചനങ്ങളിൽ പോലും പാളിച്ചകൾ ചില ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രം അക്ഷരാർത്ഥം ഒരു മാറ്റം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സംഭവിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പൊരുത്തം എന്തെന്ന് വിശദമാക്കാം, ഒരു നക്ഷത്രത്തിൻ്റെ കാര്യം കൂടി സംസാരിച്ച ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലല്ലോ, തൃക്കേട്ടക്കാരെ ഇത്തരം നക്ഷത്രക്കാരോടൊപ്പമാണ് നിങ്ങളുടെ ഓണക്കാലം നന്നായി എൻജോയ് ചെയ്യുന്ന സാധിക്കും. അശ്വതിക്കാരോടൊപ്പം നിങ്ങൾ കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ പോവാം. പക്ഷേ അത്ര ഒരു രസം കാണത്തില്ല. അതാണ് സംഭവം. വിവാഹം പോലുള്ള കാര്യമോ ബിസിനസ്സോ ഉള്ള സമയത്ത് മാത്രമേ ഉള്ളൂ പൊരുത്തം നോക്കേണ്ടതായ ആവശ്യമുള്ളൂ. ബിസിനസ് സമയത്ത് പൊരുത്തം നോക്കാൻ പറ്റത്തില്ല. കാരണം അത് എന്തിനാണെന്ന് ആളുകൾ ചോദിക്കുമല്ലോ. വിവാഹ സമയത്ത് എന്താണെങ്കിലും പൊരുത്തം നോക്കണമല്ലോ. അപ്പം അശ്വതിയുള്ള ആളോടൊപ്പം സംസാരിക്കുന്ന ഇടപെടുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ പൂർണ്ണമായി നിങ്ങൾക്ക് തമ്മിൽ മനസ്സിന് അത്ര ഇഷ്ടം കാണുകയില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ആഘോഷങ്ങളല്ല, കുഴപ്പമില്ല. സെപ്റ്റംബർ മാസം വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. അടുത്തായിട്ട് മൂല നക്ഷത്രത്തിനെ പറ്റിയാണ് പറഞ്ഞത്. മൂല നക്ഷത്രത്തിൽ ഉള്ളവർക്ക് വളരെയധികം ഒരു ധൈര്യമുള്ള നക്ഷത്രമാണ്, വളരെയധികം കഴിവുള്ള നക്ഷത്രമാണ്. ആ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഒരു ഭാഗ്യാനുഭവമാണ് ഉണ്ടാകുന്നത്. കൂടുതൽ എല്ലാ സ്ഥലങ്ങളിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകരാണ് അവർ. കാരണം അവർക്ക് പ്രത്യേകമായൊരു സൗന്ദര്യമുണ്ടായിരിക്കും, പ്രത്യേകമായൊരു ശൈലിയുണ്ട്. സ്ത്രീയായാലും പുരുഷനായാലും വളരെ ധൈര്യത്തോടു കൂടി എല്ലാ കാര്യത്തിലും ഇടപെടുന്നവരാണ്. ഏത് ജോലിയും ചെയ്യാൻ സന്നദ്ധരായ ആളുകളാണ്. വളരെയധികം തൻ്റെ ഇടത്തിൻ്റെ ഒരു വളരെയധികം മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് മൂല നക്ഷത്രത്തിൽ ഉള്ളവർ. ഇവർക്ക് നല്ല രീതിയിലാണ് എല്ലാ ആഘോഷങ്ങളും പോകുന്നത്. എപ്പോഴും ഇവർക്ക് സുഹൃത്തുക്കളുടെ ഒരു വലയം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കാം. അങ്ങനെ കുഴപ്പമില്ല. മൂല നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പം ഇവർക്ക് കൂടുതലായിട്ട് പൊരുത്തമുള്ളത് നക്ഷത്രക്കാർ 3/4 പങ്കും ആളുകളോട് ഇവർക്ക് പൊരുത്തമുണ്ട്. അശ്വതി നക്ഷത്രക്കാരോട് മൂല നക്ഷത്രത്തിൽ പൊരുത്തമുണ്ട്. തിരുവാതിര നക്ഷത്രക്കാരോട് മൂല നക്ഷത്രത്തിൽ പൊരുത്തമുണ്ട്. പിന്നെ പൂരാട നക്ഷത്രത്തോട് മൂലത്തിന് പൊരുത്തമുണ്ട്. അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാരോടും വളരെയധികം മൂല നക്ഷത്രത്തിൽ പൊരുത്തമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നിങ്ങളുടെ ഓണക്കാലമെങ്കിൽ അത് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും പ്രത്യേകിച്ച് നിങ്ങളെ കുറ്റമൊന്നും ഈ പറയുന്ന നക്ഷത്രക്കാർ പറയുകയില്ല. കാരണം നിങ്ങളുടെ മേലൊരു കുറ്റം നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കുറ്റമല്ല ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തി ചെയ്താൽ പോലും ഞാനിപ്പം പറഞ്ഞ ഈ പൊരുത്തം പറഞ്ഞ നക്ഷത്രക്കാർ നിങ്ങളോട് പ്രതികരിക്കാൻ നിങ്ങളോട് വളരെ സ്നേഹമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻസൾട്ട് ചെയ്യുന്ന വാക്ക് ഇവരുടെ വായിന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളോടൊപ്പമാണ് നിങ്ങളുടെ ആഘോഷമെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ഒക്കെ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ സെപ്റ്റംബർ മാസവും ഓണക്കാലവും നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്, ഒരു കുഴപ്പവുമില്ല. അടുത്തായിട്ട് പൂരാട നക്ഷത്രക്കാരെയാണ് പറയുന്നത്. പൂരാട നക്ഷത്രക്കാരൻ്റെ പൊതു സ്വഭാവത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നക്ഷത്രനാഥന, നക്ഷത്ര മൃഗം, നക്ഷത്ര പക്ഷി തുടങ്ങിയവയെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സഹായങ്ങൾ ചെയ്യുന്ന ആളുകളാണ് പൂരാട നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ഏതൊരാളുടെ കാര്യത്തിനും ആവശ്യത്തിനും ഓടി എത്തുന്ന ആളുകളാണ് പൂരാട നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ധാരാളം വസ്തുവകൾ ഇങ്ങോട്ട് കിട്ടാൻ ഓണത്തിൻ്റെ സമയത്ത് ഇങ്ങോട്ട് ലഭിക്കുന്ന ആളുകളാണ് പൂരാടംകാർ. തീർച്ചയായും സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ എപ്പോഴും പൂരാടത്തിന് വ്യത്യസ്തമായിരിക്കും. പൂരാടത്തിലുള്ള സ്ത്രീകൾക്ക് സാമ്പത്തിക ഉന്നതിയുണ്ടെങ്കിൽ പൂരാടത്തിലുള്ള പുരുഷന്മാർക്ക് സാമ്പത്തികം അല്പം മന്ദഗതിയിലായിരിക്കും. സ്വഭാവത്തിന് അല്പം വ്യത്യാസമുണ്ട്. സ്ത്രീക്കും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ധൈര്യത്തിൻ്റെ കാര്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലും എല്ലാം
സ്ത്രീകളായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ പൂരാടം ഒരു പുരുഷ നക്ഷത്രമാണ്. പക്ഷേ എങ്കിലും ഈ എപ്പോഴും മനുഷ്യഗണത്തിൽ വരുന്ന ഒരു നക്ഷത്രമാണ് പൂരാടം. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ആളുകളുമാണ് പൂരാടം. ഇവർക്ക് പൊരുത്തമുള്ള നക്ഷത്രങ്ങളാണ് രേവതി, അതുപോലെ തന്നെ തിരുവാതിര, അതുപോലെ തന്നെ അശ്വതി, അതുപോലെ തന്നെ അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ. എല്ലാ ആളുകളോടും യോജിച്ച് നിൽക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് പൊരുത്തങ്ങൾ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ചില സമയങ്ങളിൽ മാത്രം തൃക്കാട്ടയോട് ചില സമയങ്ങളിൽ പൊരുത്തക്കുറവ് ഇവർക്ക് വരാറുണ്ട്. പക്ഷേ മുക്കാൽ പങ്കും പൂരാടത്തുകാർക്ക് പൊരുത്തക്കുറവാണെങ്കിലും തൃക്കാട്ടയോടൊക്കെ ഇവർക്ക് ഒരു താല്പര്യമുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ അനിഴം കാര്യമായിട്ട് ഈ പോരാട്ടംകാർ ചേരത്തില്ല. പക്ഷേ എങ്കിലും അനിഴത്തിലുള്ള ആളാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഇവർക്കൊരു പ്രശ്നവുമില്ല. അവരോടൊപ്പം സഹകരിക്കും, ഇവരെല്ലാവരോടൊപ്പം സഹകരിക്കും. ഇവർക്ക് സഹകരണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ മൈൻഡ് ഒന്ന് ചേഞ്ച് ആവുന്ന കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പൊതു സ്വഭാവത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ ഞാൻ വിശദമാക്കുന്നില്ല. മൈൻഡ് ചേഞ്ച് ആവുന്ന സമയത്ത് ഇവർ പൊരുത്തക്കാരോടും പൊരുത്തമില്ലാത്തവരോടും ഒക്കെ പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കി പൂരാടം നക്ഷത്രമുള്ളവരോട് സമീപനം മറ്റുള്ളവർ നക്ഷത്രക്കാർ നടത്തുമ്പോൾ അതൊന്ന് ചിന്തിക്കുക. ഒപ്പം പൂരാട നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗിഫ്റ്റുകൾ, ഭക്ഷണങ്ങൾ, ഭക്ഷണവസ്തു, പണം, അതുപോലെ സ്വർണം, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ തുടങ്ങിയവ ഇങ്ങോട്ട് കിട്ടാൻ യോഗം കൂടുതലുള്ള ആളുകളാണ് പൂരാടംകാർ. ഭക്ഷണത്തിന് യാതൊരു മുട്ടും ഇവർക്ക് ലഭിക്കില്ല. പുറത്തുനിന്നും അകത്തുനിന്നുമല്ല ഇവർക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. ഭക്ഷണപ്രിയരാണ് ഇവർ. അതുപോലെ തന്നെ സന്തോഷം, സമാധാനം തുടങ്ങിയവ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവർ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പൂരാട നക്ഷത്രക്കാർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ സാമ്പത്തിക നില വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും സമ്പത്ത് പ്രധാന വസ്തുവായതുകൊണ്ട് തന്നെ സാമ്പത്തിക നിലയിൽ ചില പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് മാത്രം പണത്തിൻ്റെ തോതനുസരിച്ചുള്ള ആഘോഷങ്ങളെ ജീവിതത്തിലുണ്ടാവും. അതുമാത്രം പൂരാടംകാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ പോലെയല്ല. മറ്റുള്ളവർക്ക് പണത്തിൻ്റെ തോത് നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആഘോഷങ്ങൾ അവിടെ നടന്നുകൊള്ളും. പൂരാടംകാർക്ക് ചിലവ് സ്വന്തം കഴിയുന്നതായിരിക്കും പലപ്പോഴും വരിക. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ തോതനുസരിച്ചുള്ള രീതിയിൽ അവരുടെ ജീവിതം പോകും. അതിപ്പോൾ ഏത് മാസമാണേലും, സെപ്റ്റംബറല്ല ഏത് മാസമാണേലും അവരുടെ പ്രയത്നം എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് മാത്രമേ അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടാറുള്ളൂ. പലപ്പോഴും പല ആളുകളുടെ ഉന്നതിയിലെത്തിയ ആളുകളുമുണ്ട്, ഉന്നതിയിലെത്താത്ത ആളുകളുണ്ട്, പലതരത്തിലുള്ള വ്യക്തികളുണ്ട്. എന്നാൽ ചില നക്ഷത്രക്കാർ ഉന്നതിയിലെത്തുന്നവരെ ഉന്നതിയിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അവർക്ക് താഴോട്ട് വരുന്ന ഒരു പരിപാടിയില്ല. പക്ഷേ പൂരാട നക്ഷത്രത്തിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവത്തിൽപ്പെട്ടവരാണ്. വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. ചിലർ മുന്നോട്ട് പോകും, ചിലർ പിന്നോട്ട് പോകും. അത് ആ വ്യക്തിയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അതൊന്ന് കണക്കാക്കിയിട്ട് ആഘോഷ കാര്യങ്ങൾ അമിത ചെലവുകൾ വരാതെ, അമിതമായി ധനം നശിപ്പിച്ചു പോകാതെ, നഷ്ടങ്ങൾ പറ്റാതെയൊക്കെ പോവുകയാണെങ്കിൽ വിജയങ്ങൾ ലഭിക്കുന്നതാണ്. ഇതോടുകൂടി ഞാൻ ഈ അടുത്ത ബാക്കിയുള്ള നക്ഷത്രങ്ങൾ, ഉത്തരാടം തൊട്ടുള്ള നക്ഷത്രങ്ങൾ അടുത്ത ദിവസത്തെ വീഡിയോയിലാണ് സംസാരിക്കുക. അതിനകത്ത് ഞാൻ ഒന്നുകൂടി വിശദമാക്കുന്നു. പൊരുത്തം എന്ന് ഞാൻ പറയുന്നു. പൊരുത്തം എന്ന് പറയുന്ന കാര്യം ജ്യോതിഷത്തെ സത്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു എളുപ്പ വഴിയാണ്. അതായത് ഒരു പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളെ 2 പേര് ഉള്ള ഒരു നക്ഷത്രക്കാർ വരികയാണെങ്കിൽ അവർക്ക് തമ്മിൽ ദേഷ്യം, അതുപോലെ തന്നെ മറ്റാ ഒരു വ്യക്തിക്ക് സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ് നിൽക്കുന്നതെങ്കിൽ ആ സൗന്ദര്യത്തെപ്പറ്റി ഒരു വിധത്തിലും ഗ്രാഹി ഇവരുടെ കണ്ണുകൾക്ക് ലഭിക്കില്ല. ആരാണ് പൊരുത്തമില്ലാത്ത ഒരാൾക്ക്. പൊരുത്തമില്ലാത്ത നക്ഷത്രത്തെപ്പറ്റി പഠിച്ചെങ്കിൽ മാത്രമേ മുന്നിൽ നിൽക്കുന്ന ആൾ പൊരുത്തമുള്ളതാണോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ പറ്റും. അത് മനസ്സിലാക്കണമെങ്കിൽ അസ്ട്രോളജി 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന പൊതുസ്വഭാവം കണ്ടാൽ മനസ്സിലാവും. പൊരുത്തത്തെപ്പറ്റി ഡീപ്പായി ഞാൻ ഒരു കാര്യം വിടുന്നുണ്ട്. പക്ഷേ അത് വെച്ച് വിവാഹത്തിൻ്റെ പൊരുത്തമൊന്നും കൂട്ടാൻ പറ്റുകയില്ല. ഞാനൊരു ചെറിയൊരു ബേസിക്ക് മാത്രമേ പറയുന്നുള്ളൂ. പൂർണ്ണമായി ഞാനിവിടെ അത് വ്യക്തമാക്കുന്നില്ല. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗ്രഹനിലയൊക്കെ വെച്ച് നോക്കണം. എത്ര പൊരുത്തമുണ്ടെങ്കിലും ചില പ്രശ്നങ്ങൾ അതിനകത്ത് എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടാകും. അതൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ആചാര്യന് മാത്രമേ പറ്റുകയുള്ളൂ. അത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഞാൻ ബേസിക് നിയമങ്ങളാണ് മാത്രം പറയുന്നത്. ഈ എന്താണ് പൊരുത്തം. ഇപ്പം നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പം അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ, ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, 27 വർഷക്കാർക്കും വ്യത്യസ്തമാണ്. അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ടുന്ന ഒരാളെ മുന്നിൽ കണ്ടു എന്ന് കരുതുക. അപ്പം നമ്മൾ ഹലോ പറഞ്ഞു, ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു, സംസാരിക്കുമ്പോൾ തൃക്കേട്ട സംസാരിക്കുന്ന ആൾ സംസാരിക്കുന്ന നല്ല കാര്യമായിരിക്കാം. പക്ഷേ അശ്വതി നക്ഷത്രക്കാർ ചിലപ്പോൾ അതത്ര ഉൾക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു മടി, കേട്ട് നിൽക്കാനൊക്കെ മടിയൊക്കെ കാണിച്ചു വരും. ഈ അശ്വതി നക്ഷത്രക്കാരായ ഒരാൾ തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ഒരാളെ സമീപിക്കുകയാണെങ്കിൽ അശ്വതിക്കാർ പറയുന്ന ഒരു കാര്യം തൃക്കേട്ടക്കാർ കേൾക്കാൻ ഒരു മടി, ഒരു അംഗീകരിച്ച് കൊടുക്കാഴിക കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ ചില സമയങ്ങളിൽ ഒരു ഗ്രഹനില കയറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ചില സമയം വാക്കുതർക്കം, വഴക്ക് തുടങ്ങി വരാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴേ മുഖം തിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ അശ്വതിയിലുള്ള ഒരാൾ
തൃക്കട്ടയുള്ള ഒരാളുടെ മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ചിന്താഗതി തമ്മി മാറും. അതായത് ഒരു ഇഷ്ടം, ഈ ആൾ ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ നിന്ന് പോയി കിട്ടിയാൽ മതി, ഇത് ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ അയാൾ മുന്നിൽ നിന്നിട്ടുണ്ട്, അങ്ങനെയുള്ള അവസ്ഥ വരും. അതിനെയാണ് പൊരുത്തക്കുറവ് നമുക്ക് ഏറ്റവും ചെറിയ തോതിൽ കണ്ടുപിടിക്കാവുന്നത്. നമ്മളോട് ഇഷ്ടമില്ലാത്തവരെല്ലാം നമ്മളോട് പൊരുത്തമില്ലാത്തവരല്ല, നമ്മളോട് ഇഷ്ടമുള്ളവരെല്ലാം നമ്മളോട് പൊരുത്തമുള്ളവരുമല്ല. ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഒന്നുകിൽ സാമ്പത്തികത്തിനെ വെച്ചിട്ടായിരിക്കും നമ്മളോട് ഇഷ്ടം വരിക, നമ്മൾ ചെയ്യുന്ന കലാപരമായ പ്രവൃത്തിയോടുള്ള ഭംഗിയും ഇഷ്ടവും കൊണ്ടായിരിക്കും പൊരുത്തവും വരിക, അങ്ങനെ. പക്ഷെ അതൊരു പൊരുത്തമല്ല. യഥാർത്ഥത്തിൽ നക്ഷത്രത്തിൻ്റെ ലിസ്റ്റ് തരാറുണ്ട്, ആ ലിസ്റ്റ് അനുസരിച്ചാണ്. ഇപ്പം പൂരാടത്തിന് പൂയമാണ് പറയുന്നത്. പൂയ നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ പൂരാടം നക്ഷത്രക്കാരൻ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ തമ്മി ഇഷ്ടപ്പെടുകയില്ല. ഇനി അച്ഛനോ മകനോ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ, അമ്മയോ മക്കളോ ആയിട്ട് വരികയാണെങ്കിൽ, ഭാര്യയോ ഭർത്താവുമായിട്ടൊക്കെ എവിടെയെങ്കിലും വരികയാണെങ്കിൽ, ഏതെങ്കിലും കണക്ക് തെറ്റിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നക്ഷത്രം ഏതെങ്കിലും കണക്ക് കൂട്ടിൽ തെറ്റിപ്പോയി, നക്ഷത്രം പൂരാടമാണ് അടുത്തടുത്ത് സഹോദരങ്ങളായി പിറക്കുകയാണെങ്കിലൊക്കെ പലപ്പോഴും വാക്കുതർക്കവും തർക്കവും ശത്രുതയൊക്കെ പല കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ചില പൊരുത്ത നക്ഷത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ നക്ഷത്രത്തിൻ്റെ തകരാറല്ല ഇത്, കാന്തിക മണ്ഡലത്തിൻ്റെ ആശ്ന വർഷങ്ങൾ കൊണ്ടാണ്. 27 നക്ഷത്രം നല്ലതാണ്. 27 നക്ഷത്രവും മനുഷ്യരുടെ ജീവിതം സെറ്റ് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ എന്തോ കണക്കുകൂട്ടലുകൾ മാത്രമാണ് ഇതെന്ന് ഞാൻ പറയുന്നു. എല്ലാ കാര്യങ്ങളും നല്ലതിന്, സംഭവിച്ചത് നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിനെന്നുള്ള രീതിയിൽ എല്ലാവരും ചിന്തിക്കുക. നല്ലൊരു ഓണക്കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.